കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചി നഗരം ഒരു സാധാരണ തിങ്കളാഴ്ചയിലേക്ക് ഉണരുകയായിരുന്നു. അറബിക്കടലിൽ നിന്ന് വീശുന്ന കാറ്റിന് ഉപ്പിന്റെ രസമായിരുന്നു. അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി നിന്നിരുന്നു. ഏതു നിമിഷവും പെയ്തേക്കാവുന്ന ഒരു പെരുമഴയുടെ ഭീഷണി ആ നഗരത്തിന് മുകളിൽ തങ്ങി നിന്നു. നഗരത്തിലെ MG റോഡ് എപ്പോഴും എന്ന പോലെ തിരക്കിലായിരുന്നു. വില കൂടിയ കാറുകൾ ചീറിപ്പായുന്നു. തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ധൃതിയിലോടുന്ന മനുഷ്യർ. റോഡരികിൽ തട്ടുകടകളിൽ നിന്നുയരുന്ന കാപ്പിയുടെയും പലഹാരങ്ങളുടെയും സുഗന്ധം. ഇതിനെല്ലാം ഇടയിലൂടെ ആ തിരക്കുകളിൽ ഒട്ടും യോജിക്കാത്ത ഒരു കാഴ്ചയുണ്ടായിരുന്നു. 6 വയസ്സുകാരിയായ മീനാക്ഷി. കേറിപ്പറഞ്ഞതും നിറമങ്ങിയതുമായ ഒരു പഴയ പാവാടയായിരുന്നു അവളുടെ വേഷം. അവളുടെ പാദങ്ങളിൽ ചെരുപ്പില്ലായിരുന്നു. കൊച്ചിയിലെ കഠിനമായ ടാർ റോഡിലെ ചൂടും ചളിയും ആ പിഞ്ചുപാദങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുടി ചീകിയൊതുക്കാതെ പാറിപ്പറന്നു കിടന്നു. കവിളുകളിൽ ഉണങ്ങിയ കണ്ണുനീർപ്പാടുകൾ. കൈകളിൽ അവൾ ഒരു പഴയ പ്ലാസ്റ്റിക് കവർ മുറുക്കി പിടിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. ഉറക്കമില്ലായ്മ കൊണ്ടും നിർത്താതെയുള്ള കരച്ചിൽ കൊണ്ടും അവ തളർന്നിരുന്നു. എന്നിട്ടും അവളുടെ നടത്തത്തിൽ ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അന്നേ ദിവസം പുലർച്ചെയായിരുന്നു അവളുടെ അമ്മ മഹേശ്വരി ആശുപത്രിയിൽ വെച്ച് വീണ്ടും ബോധരഹിതയായത്. കടുത്ത ശ്വാസമുട്ടലും ഹൃദയ സംബന്ധമായ അസുഖവും ആ സ്ത്രീയെ തളർത്തിയിരുന്നു. ജനറൽ വാർഡിലെ തിരക്കിനിടയിൽ മരുന്നിനും ചികിത്സയ്ക്കും പണമില്ലാത്തതിനാൽ അവരെ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യുമെന്ന് നഴ്സ് ദേഷ്യത്തോടെ പറഞ്ഞു. കുട്ടി, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 5000 രൂപയെങ്കിലും അടച്ചില്ലെങ്കിൽ നിന്റെ അമ്മയെ ഞങ്ങൾക്ക് ഇവിടെ കിടത്താൻ പറ്റില്ല. വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കോ. ആ വാക്കുകൾ മീനാക്ഷിയുടെ കാതുകളിൽ ഒരു ഇടിമുഴക്കം പോലെ പതിച്ചു. തനിക്ക് ഈ ലോകത്ത് ആകെയുള്ളത് അമ്മയാണ്. അമ്മയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലുമായില്ല. പണം കണ്ടെത്താൻ അവൾക്ക് മുന്നിൽ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ആരോ പറഞ്ഞു കേട്ട അറിവുമായാണ് അവൾ വില്യംസ് ടവറിന് മുന്നിലെത്തിയത്. കൊച്ചിയിലെ ഏറ്റവും ഉയരമുള്ള കണ്ണാടി ചില്ലുകൾ പാകിയ ആ വലിയ കെട്ടിടം. കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യമായ വില്യംസ് ഗ്രൂപ്പിന്റെ ആസ്ഥാനം. അതിന്റെ ഉടമ ജയൻ വില്യംസ് ഒരു കഠിന ഹൃദയനാണെന്നും പണക്കാരെ മാത്രം സഹായിക്കുന്നവനാണെന്നും നാട്ടുകാർക്കിടയിൽ സംസാരമുണ്ടായിരുന്നു. എങ്കിലും മീനാക്ഷിക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. അവൾക്ക് അവളുടെ അമ്മയെ രക്ഷിക്കണമായിരുന്നു. കെട്ടിടത്തിന്റെ വലിയ ഗ്ലാസ് വാതിലുകൾ കടന്ന് അവൾ അകത്തേക്ക് കയറി. അകത്തെ തണുത്ത എയർ കണ്ടീഷണർ അവളുടെ വിറയ്ക്കുന്ന ശരീരത്തിന് ഒരു ആശ്വാസമായില്ല, മറിച്ച് ഭയമാണ് നൽകിയത്. നിലം കണ്ണാടി പോലെ മിനുക്കിയതായിരുന്നു. അവിടെ നിൽക്കുന്നവരെല്ലാം ടൈ കെട്ടിയ ഷർട്ടുകളും വില കൂടിയ പെർഫ്യൂമുകളും ഉപയോഗിക്കുന്നവരായിരുന്നു. പെട്ടെന്ന് ഒരു സെക്യൂരിറ്റി ഗാർഡ് അവളുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. നീ ആരാ? ഇവിടെ എങ്ങനെ അകത്ത് കയറി? അയാൾ ഗർജിച്ചു. മീനാക്ഷി പേടിച്ചുപോയി. അങ്കിളെ, എനിക്കൊരാളെ കാണണം, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ഇത് നിനക്ക് ഭിക്ഷ ചോദിക്കാനുള്ള സ്ഥലമല്ല, പുറത്തിറങ്ങു പെണ്ണേ. അയാൾ അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചു. എന്നാൽ മീനാക്ഷി അവിടെ തന്നെ ഉറച്ചു നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീരൊഴുകി. അങ്കിളെ, ഞാൻ ഭിക്ഷ ചോദിക്കാനല്ല വന്നത്. എനിക്ക് എന്തെങ്കിലും ജോലി വേണം. എനിക്ക് അമ്മയെ രക്ഷിക്കണം. പണമില്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് അമ്മയെ പുറത്താക്കും. ഞാൻ എന്ത് പണിയും ചെയ്യാം. അവളുടെ വാക്കുകൾ അവിടെ ഉണ്ടായിരുന്ന പലരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ചിലർ സഹതാപത്തോടെ നോക്കി, ചിലർ പുച്ഛത്തോടെ. അപ്പോഴാണ് സിഇഒയുടെ പേഴ്സണൽ സെക്രട്ടറിയായ ലക്ഷ്മി അവിടേക്ക് വന്നത്. തിരക്കുകൾക്കിടയിലും ആ കൊച്ചു പെൺകുട്ടിയുടെ വാക്കുകൾ ലക്ഷ്മിയുടെ ഹൃദയത്തിൽ തട്ടി. അവൾ മീനാക്ഷിയുടെ അടുത്തേക്ക് വന്ന് മുട്ടുകുത്തിയിരുന്നു. മോളെ, നിന്റെ പേരെന്താണ്? എന്തിനാണ് നീ കരയുന്നത്? ലക്ഷ്മി സ്നേഹത്തോടെ ചോദിച്ചു. മീനാക്ഷി തന്റെ സങ്കടങ്ങളെല്ലാം ലക്ഷ്മിയോട് പറഞ്ഞു. ആ കൊച്ചു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകളും നിറഞ്ഞു. വരൂ മോളെ, എന്റെ കൂടെ. ലക്ഷ്മി അവളുടെ കൈ പിടിച്ചു. ലിഫ്റ്റിലൂടെ അവർ 30ാം നിലയിലേക്ക് യാത്ര തിരിച്ചു. ജയൻ വില്യംസിന്റെ ക്യാബിനിലേക്ക്. ജയൻ വില്യംസ് തന്റെ വലിയ മേശയ്ക്ക് പിന്നിലിരുന്ന് ഗൗരവത്തോടെ ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. അയാൾക്ക് തന്റെ ബിസിനസ്സും ലാഭവും മാത്രമാണ് പ്രധാനം എന്ന് എല്ലാവരും പറയും. തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട ഒരു ഭൂതകാലം അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാവാം അയാൾ ഇത്രയും പരുക്കൻ സ്വഭാവക്കാരനായത്. ലക്ഷ്മി വാതിലിൽ മുട്ടി അകത്തേക്ക് കയറി. സർ, ഒരാൾ സാറിനെ കാണാൻ വന്നിട്ടുണ്ട്, ലക്ഷ്മി പറഞ്ഞു. ഞാൻ തിരക്കിലാണെന്ന് അറിയില്ലേ ലക്ഷ്മി? ഇപ്പോൾ ആരെയും കാണാൻ പറ്റില്ല. ജയൻ തലയുയർത്താതെ മറുപടി നൽകി. സർ, ഇതൊരു കുട്ടിയാണ്, അവൾക്ക് സാറിനോട് എന്തോ പറയാനുണ്ട്, ലക്ഷ്മി നിർബന്ധിച്ചു. ജയൻ പതുക്കെ തലയുയർത്തി. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച തലമുടി പാറിപ്പറന്ന കണ്ണുകളിൽ സങ്കടം തങ്ങി നിൽക്കുന്ന ആ കൊച്ചു പെൺകുട്ടിയെ കണ്ടപ്പോൾ അയാളുടെ ഉള്ളിൽ എന്തോ ഒന്ന് വിറച്ചു. മീനാക്ഷി മെല്ലെ മുന്നോട്ട് നടന്നു. അവൾ തന്റെ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം പുറത്തെടുത്തു. അതൊരു ചിത്രമായിരുന്നു. ക്രയോണുകൾ കൊണ്ട് അവൾ വരച്ച ചിത്രം. അതിൽ ഒരു വലിയ മനുഷ്യന് ഒരു ചെറിയ പെൺകുട്ടി ഒരു പൂവ് നൽകുന്നുണ്ടായിരുന്നു. ചിത്രത്തിന് താഴെ അവൾ കഷ്ടപ്പെട്ട് എഴുതിയിരുന്നു. ദയവായി എനിക്കൊരു ജോലി തരൂ. ഞാൻ സാറിന്റെ ഷൂസ് തുടയ്ക്കാം, മുറി തൂക്കാം, എന്റെ അമ്മ മരിച്ചു പോകും, എന്നെ ഒന്ന് സഹായിക്കൂ. ആ വരികൾ വായിച്ചപ്പോൾ ജയന്റെ ഉള്ളിലെ കല്ലുപോലുള്ള ഹൃദയം ഉരുകാൻ തുടങ്ങി. 6 വർഷം മുൻപ് ഒരു അപകടത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട തന്റെ മകളുടെ മുഖം അയാൾ മീനാക്ഷിയിൽ കണ്ടു. അവളുടെ കണ്ണുകളിലെ നിഷ്കളങ്കതയും ദയനീയതയും അയാളെ വല്ലാതെ ഒലിച്ചു. ആ നിമിഷം വരെ പണമുണ്ടാക്കാൻ മാത്രം ഓടിയിരുന്ന ആ മനുഷ്യൻ തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ജയൻ മീനാക്ഷിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അയാൾ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അത്രയും വലിയൊരു കോടീശ്വരൻ ഒരു തെരുവ് പെൺകുട്ടിക്ക് മുന്നിൽ ഇരിക്കുന്നത് കണ്ട് ലക്ഷ്മി അത്ഭുതപ്പെട്ടു. ജയൻ അവളുടെ കൈകൾ പിടിച്ചു. ആ കൈകൾ ഐസ് പോലെ തണുത്തിരുന്നു. മോളെ, നിനക്ക് ജോലി വേണമെന്നാണോ നീ പറയുന്നത്? ജയൻ അസാധാരണമായ ശാന്തതയോടെ ചോദിച്ചു. അതെ സർ, എനിക്ക് അമ്മയെ രക്ഷിക്കണം. പണമില്ലെങ്കിൽ ഡോക്ടർമാർ അമ്മയെ ചികിത്സിക്കില്ല. എനിക്ക് ജോലി തന്നാൽ മതി. പണം ഞാൻ ജോലി ചെയ്ത് വീട്ടിക്കോളാം, മീനാക്ഷി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ജയന്റെ കണ്ണുകൾ ആദ്യമായി നിറഞ്ഞു. അയാൾ മീനാക്ഷിയെ ചേർത്ത് പിടിച്ചു. നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല മോളെ. നിനക്ക് ഞാൻ ജോലി തരാം. പക്ഷേ ഷൂസ് തുടയ്ക്കാനല്ല. നീ എന്റെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും, അയാൾ ലക്ഷ്മിയെ നോക്കി പറഞ്ഞു. ലക്ഷ്മി, എന്റെ കാർ ഉടനെ എടുക്കാൻ പറയൂ. നമുക്ക് ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോകണം.
മീനാക്ഷിയുടെ മനസ്സിൽ അപ്പോൾ ഒരു ചെറിയ വെളിച്ചമുദിച്ചു. തന്റെ അമ്മ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ അവളിൽ നിറഞ്ഞു. കൊച്ചിയിലെ ആ മഴക്കാറുള്ള പ്രഭാതത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. മീനാക്ഷിയുടെ ജീവിതം മാത്രമല്ല, ജയൻ വില്യംസ് എന്ന മനുഷ്യന്റെ ജീവിതവും ആ നിമിഷം മുതൽ മാറാൻ പോവുകയായിരുന്നു. വില്യംസ് ടവറിന്റെ 30ാം നിലയിലെ ആ വലിയ ക്യാബിനിൽ ഒരു നിമിഷം നിഷ്കളങ്കത തളം കെട്ടി നിന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപൻ, ലോകം മുഴുവൻ ഭയഭക്തി ബഹുമാനങ്ങളോടെ നോക്കുന്ന ജയൻ വില്യംസ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു 6 വയസ്സുകാരിക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. ആ കാഴ്ച കണ്ടുനിന്ന ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു. ജയന്റെ കഠിനമായ മുഖത്ത് വല്ലാത്തൊരു ഭാവമാറ്റം അവൾ ദർശിച്ചു. അയാളുടെ ഉള്ളിലെ ആ പഴയ അച്ഛൻ ഉണർന്നിരിക്കുന്നു. നിന്റെ പേരെന്താണ് മോളെ? ജയൻ തന്റെ കനത്ത ശബ്ദം പരമാവധി താഴ്ത്തി അങ്ങേയറ്റം വാത്സല്യത്തോടെ ചോദിച്ചു. മീനാക്ഷി തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് കണ്ണുനീർ തുടച്ചു. മീനാക്ഷി, അവൾ വിക്കി വിക്കി പറഞ്ഞു. ജയൻ അവളുടെ ചെറിയ കൈകൾ തന്റെ വലിയ കൈവെള്ളയിൽ ചേർത്തു പിടിച്ചു. ആ കുഞ്ഞു കൈകളിൽ പടർന്ന ചെളിയും അഴുക്കും അയാളെ ഒട്ടും അസ്വസ്ഥനാക്കിയില്ല. മറിച്ച് അവളുടെ നിസ്സഹായാവസ്ഥ അയാളുടെ ഹൃദയത്തെ വല്ലാതെ നോവിച്ചു. ഒന്നിനും പേടിക്കേണ്ട മീനാക്ഷി, നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ഞാൻ കൂടെയുണ്ട്. അയാൾ നൽകിയ ആ വാക്ക് മീനാക്ഷിയുടെ ഹൃദയത്തിൽ പുതിയൊരു പ്രതീക്ഷയുടെ കിരണം പടർത്തി. ജയൻ ഉടനെ തന്നെ തന്റെ ഇന്റർകോമിലൂടെ ആജ്ഞാപിച്ചു. എന്റെ കാർ ഇപ്പോൾ തന്നെ പോർച്ചിലെത്തിക്കൂ. ലക്ഷ്മി, നമുക്ക് ഇപ്പോൾ തന്നെ ആ ആശുപത്രിയിലേക്ക് പോകണം. നിമിഷങ്ങൾക്കുള്ളിൽ വില്യംസ് ടവറിലെ സ്റ്റാഫുകളെല്ലാം അത്ഭുതത്തോടെ ഒരു കാഴ്ച കണ്ടു. തങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗൗരവകാരനായ ബോസ് ഒരു ചെറിയ പെൺകുട്ടിയുടെ കൈപിടിച്ച് ലിഫ്റ്റിലേക്ക് നടക്കുന്നു. താഴെ പോർച്ചിൽ കറുത്ത നിറത്തിലുള്ള ആഡംബര ബെൻസ് കാർ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ജയൻ തന്നെ മുൻകൈയെടുത്ത് മീനാക്ഷിയെ കാറിലെ സോഫ്റ്റായ സീറ്റിലിരുത്തി. അത്രയും വലിയൊരു കാറിൽ കയറുന്നത് മീനാക്ഷിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. AC-യിൽ നിന്ന് വരുന്ന തണുപ്പും ആ മനോഹരമായ ഗന്ധവും അവൾക്ക് പുതിയൊരു ലോകം പോലെ തോന്നി. എങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ ആശുപത്രിയിൽ ശ്വാസം മുട്ടിക്കഴിയുന്ന തന്റെ അമ്മയെക്കുറിച്ചായിരുന്നു. നഗരത്തിലെ തിരക്കേറിയ റോഡുകളിലൂടെ കാർ പായുമ്പോഴും ജയന്റെ കണ്ണുകൾ മീനാക്ഷിയുടെ വരച്ച ചിത്രത്തിലായിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ആത്മവിശ്വാസവും സ്നേഹവുമാണ് ആ ചിത്രത്തിൽ നിറഞ്ഞു നിന്നത്. അവർ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ആശുപത്രിയുടെ ജനറൽ വാർഡിൽ ശരിയായ ചികിത്സയോ പരിചരണമോ ഇല്ലാതെ കിടക്കുന്ന രോഗികൾ. ഒരു മൂലയിൽ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ട് മഹേശ്വരി കിടക്കുന്നുണ്ടായിരുന്നു. അവരുടെ അരികിലേക്ക് ഓടിച്ചെന്ന മീനാക്ഷി അമ്മയുടെ കൈകളിൽ പിടിച്ചു. അമ്മേ, ഞാൻ വന്നു. കൂടെ ഒരു വലിയ സാറിനെയും കൂട്ടിയിട്ടുണ്ട്. ഇനി അമ്മയ്ക്ക് പേടിക്കണ്ടാട്ടോ. ഈ സമയം ഒരു നേഴ്സ് അവിടേക്ക് ദേഷ്യത്തോടെ വന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ കുട്ടിയെ കൊണ്ട് പോകണമെന്ന്. ഇവിടെ പണമടയ്ക്കാത്തവർക്ക് ചികിത്സയില്ല, അവർ കർക്കശമായി പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് അവരുടെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങി. എത്രയാണ് ഇവിടെ അടയ്ക്കാനുള്ളത്? ജയൻ വില്യംസ് മുന്നോട്ട് വന്നു. അയാളുടെ അസാമാന്യമായ വ്യക്തിത്വവും ഗൗരവവും കണ്ടപ്പോൾ നേഴ്സ് ഒന്ന് പരിഭ്രമിച്ചു. സർ, അതൊരു 5000 രൂപയോളം, അവർ പരുങ്ങി. ജയൻ തന്റെ ഫോൺ എടുത്ത് ആശുപത്രി സൂപ്രണ്ടിനെ നേരിട്ട് വിളിച്ചു. ഇത് ജയൻ വില്യംസ് ആണ്. ജനറൽ വാർഡിലെ മഹേശ്വരി എന്ന രോഗിയെ ഇപ്പോൾ തന്നെ ഏറ്റവും മികച്ച പ്രൈവറ്റ് വാർഡിലേക്ക് മാറ്റണം. ചികിത്സയ്ക്ക് എന്ത് ചെലവായാലും അതെന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് നൽകും. സിറ്റിയിലെ ഏറ്റവും മികച്ച സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഇപ്പോൾ തന്നെ വിളിപ്പിക്കണം. ഒരു സെക്കൻഡ് പോലും വൈകരുത്. ആശുപത്രി അധികൃതർക്ക് അതൊരു വലിയ ഞെട്ടലായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ മഹേശ്വരിയെ എയർ കണ്ടീഷൻ ചെയ്ത സുഖസൗകര്യങ്ങളുള്ള മുറിയിലേക്ക് മാറ്റി. നഴ്സുമാർ ആദരവോടെയും ബഹുമാനത്തോടെയും സംസാരിക്കാൻ തുടങ്ങി. മീനാക്ഷി ആശ്ചര്യത്തോടെ ഇതെല്ലാം നോക്കി നിന്നു. സാറൊരു മാലാഖയാണോ? അവൾ പതുക്കെ ചോദിച്ചു. ജയൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. മഹേശ്വരിക്ക് വിദഗ്ധ ചികിത്സ ആരംഭിച്ചു. അവർക്ക് ആവശ്യമായ മരുന്നുകളും പോഷകാഹാരങ്ങളും ജയൻ ഉറപ്പാക്കി. മീനാക്ഷിയെ അന്ന് രാത്രി തന്റെ വലിയ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ജയൻ ശ്രമിച്ചെങ്കിലും അമ്മയുടെ അടുത്ത് നിൽക്കാനായിരുന്നു അവൾക്ക് താല്പര്യം. എന്നാൽ ജയൻ വിട്ടില്ല. മഹേശ്വരിക്ക് കൂട്ടിനായി ഒരു ഹോം നഴ്സിനെ ഏർപ്പെടുത്തി അയാൾ മീനാക്ഷിയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് മീനാക്ഷി ഉണർന്നത് ഒരു സ്വർഗത്തിലാണോ എന്ന് അവൾക്ക് സംശയം തോന്നി. മനോഹരമായ മുറി, പതുപതുത്ത മെത്ത. ലക്ഷ്മി അവൾക്കായി പുതിയ വസ്ത്രങ്ങൾ വാങ്ങി എത്തിച്ചിരിക്കുന്നു. ഇളം ചുവപ്പ് നിറത്തിലുള്ള ഒരു മനോഹരമായ പാവാടയും ടോപ്പും ധരിച്ചപ്പോൾ മീനാക്ഷി ശരിക്കും ഒരു രാജകുമാരിയെ പോലെ തോന്നി. അവളുടെ മുടി മനോഹരമായി ചീകിയൊതുക്കി. ഓഫീസിലെത്തിയപ്പോൾ ജയൻ എല്ലാവരെയും വിളിച്ച് ഒരു കാര്യം പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ മീനാക്ഷി എന്റെ ഓഫീസിലെ സ്പെഷ്യൽ അസിസ്റ്റന്റ് ആയിരിക്കും. അവൾക്ക് പഠിക്കാനും കളിക്കാനും വരയ്ക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ വേണം. തന്റെ ക്യാബിന്റെ ഒരു മൂലയിൽ മീനാക്ഷിക്കായി ജയൻ ഒരു ചെറിയ മേശയും കസേരയും ഒരുക്കിയിരുന്നു. അവിടെ നിറയെ പുതിയ ക്രയോണുകളും പേപ്പറുകളും കളിപ്പാട്ടങ്ങളും ഉണ്ടായിരുന്നു. മീനാക്ഷിയുടെ മുഖത്ത് വിരിഞ്ഞ ആ ചിരിയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ജയൻ മനസ്സിലാക്കി. എന്നാൽ ഈ സന്തോഷങ്ങളൊന്നും കമ്പനിയിലെ മാർക്കറ്റിംഗ് ഹെഡായ സിന്ധ്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ജയന്റെ കമ്പനിയിലെ ഏറ്റവും പ്രബലയായ ഉദ്യോഗസ്ഥയാണ് സിന്ധ്യ. വർഷങ്ങളായി ജയനെ വിവാഹം കഴിക്കണമെന്നും അയാളുടെ സ്വത്തുക്കളുടെ അവകാശിയാകണമെന്നും അവൾ ആഗ്രഹിച്ചിരുന്നു. ജയൻ പരുക്കൻ സ്വഭാവക്കാരനായതിനാൽ അവൾക്ക് അയാളുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പെട്ടെന്നൊരു ദിവസം തെരുവിൽ നിന്ന് വന്ന ഒരു കുട്ടി ജയന്റെ പ്രിയപ്പെട്ടവളായപ്പോൾ സിന്ധ്യയ്ക്ക് അത് സഹിക്കാനായില്ല. സിന്ധ്യ തന്റെ ക്യാബിനിലിരുന്ന് പുകയുകയായിരുന്നു. എവിടെ നിന്നോ വന്ന ഒരു ഭിക്ഷക്കാരി പെൺകുട്ടി ഈ വില്യംസ് ടവറിന്റെ അന്തസ്സും എന്റെ ആധിപത്യവും തകർക്കുകയാണല്ലോ. ഒരിക്കലുമില്ല, ഇവളെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പുറത്താക്കണം. ജയന്റെ കണ്ണിൽ ഇവൾ ഒരു തട്ടിപ്പുകാരിയാണെന്ന് എനിക്ക് തെളിയിക്കണം.
സിന്ധ്യ തന്റെ മനസ്സിൽ ഒരു ഗൂഢാലോചനയ്ക്ക് രൂപം നൽകി. സിന്ധ്യ മീനാക്ഷിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ രഹസ്യമായി ആളെ ഏർപ്പെടുത്തി. മഹേശ്വരിക്ക് എങ്ങനെയാണ് ഈ കുട്ടി ലഭിച്ചത്? അവരുടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? മീനാക്ഷിയുടെ നിഷ്കളങ്കതയ്ക്ക് പിന്നിൽ മഹേശ്വരിയുടെ ആസൂത്രിതമായ എന്തെങ്കിലും നീക്കമുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിരുന്നു അവളുടെ ശ്രമം. ജയൻ മീനാക്ഷിക്കായി ഒരു ഡയമണ്ട് നെക്ലസ് സമ്മാനമായി വാങ്ങിയ വിവരം അറിഞ്ഞതോടെ സിന്ധ്യയുടെ ദേഷ്യം പരിധി ലംഘിച്ചു. അതേസമയം ജയൻ തന്റെ കമ്പ്യൂട്ടറിൽ മീനാക്ഷിയുടെ കൂടെ ഇരുന്ന് ഗെയിം കളിക്കുകയായിരുന്നു. ഇടയ്ക്ക് മീനാക്ഷി മഹേശ്വരിയെ ഫോണിൽ വിളിക്കും. അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നത് മീനാക്ഷിയെ സന്തുഷ്ടയാക്കി. പക്ഷേ പുറത്ത് സിന്ധ്യ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. മീനാക്ഷിയെയും മഹേശ്വരിയെയും അപമാനിച്ചുകൊണ്ട് ജയന്റെ മുന്നിൽ കൊണ്ടു നിർത്താൻ അവൾ കാത്തിരുന്നു. സത്യം സത്യമായിരിക്കില്ല എന്നും അതൊരാളുടെ കാഴ്ചപ്പാടാണെന്നും തെളിയിക്കാൻ സിന്ധ്യ ഒരു വലിയ ചതിക്കുഴി തന്നെ ഒരുക്കി. കൊച്ചി നഗരത്തിലെ ആഡംബരത്തിന്റെ പ്രതീകമായ വില്യംസ് ടവറിൽ ഇപ്പോൾ ഒരു പുതിയ താളം ഉദിച്ചിരിക്കുകയാണ്. കണിശക്കാരനായ ജയൻ വില്യംസിന്റെ ക്യാബിനിൽ നിന്ന് ഇപ്പോൾ ഇടയ്ക്കിടെ കുഞ്ഞിച്ചിരികൾ ഉയരാറുണ്ട്. മീനാക്ഷി അവിടെ തന്റെ കൊച്ചി ലോകത്ത് സന്തുഷ്ടയായിരുന്നു. അവൾ വരയ്ക്കുന്ന ഓരോ ചിത്രത്തിലും ജയൻ ഒരു പുതിയ അർത്ഥം കണ്ടെത്തി. എന്നാൽ ഈ സന്തോഷത്തിന്റെ പുറന്തോടിനു താഴെ അസൂയയുടെയും പകയുടെയും കനലുകൾ എരിയുന്നുണ്ടായിരുന്നു. കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡായ സിന്ധ്യ തന്റെ പരാജയം അത്ര എളുപ്പത്തിൽ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. സിന്ധ്യ തന്റെ ക്യാബിനിലിരുന്ന് ഒരു സ്വകാര്യ കുറ്റാന്വേഷകനെ ഫോണിൽ വിളിച്ചു. എനിക്ക് ആ കുട്ടിയുടെയും ആ സ്ത്രീയുടെയും ജാതകം വേണം. അവർ എവിടെ നിന്ന് വന്നു, അവരുടെ യഥാർത്ഥ ബന്ധമെന്ത്, എല്ലാം എനിക്കറിയണം. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. പക്ഷെ എനിക്ക് വേണ്ടത് ജയൻ വില്യംസിനെ തകർക്കാൻ പറ്റിയ ഒരു ആയുധമാണ്. സിന്ധ്യയുടെ കണ്ണുകളിൽ ക്രൂരമായ ഒരു തിളക്കമുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മഹേശ്വരിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. ജയൻ അവർക്കായി നഗരത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഒരു മനോഹരമായ വീട് ഏർപ്പാടാക്കിയിരുന്നു. മീനാക്ഷിയും മഹേശ്വരിയും തമ്മിലുള്ള ബന്ധം ജയനെ വല്ലാതെ ആകർഷിച്ചു. മഹേശ്വരിയുടെ നിശബ്ദമായ പെരുമാറ്റവും മീനാക്ഷിയോടുള്ള അവരുടെ കരുതലും കണ്ട് ജയൻ തന്റെ മനസ്സിനുള്ളിൽ അവരോട് ഒരു പ്രത്യേക ബഹുമാനം സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഒരു വൈകുന്നേരം സിന്ധ്യ ജയന്റെ ക്യാബിനിലേക്ക് ഒരു കവറുമായി കടന്നു വന്നു. ആ സമയത്ത് ജയൻ മീനാക്ഷിയെ ഒരു പുതിയ പുസ്തകം വായിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. സിന്ധ്യയുടെ മുഖത്ത് ഒരു വിജയഭാവമുണ്ടായിരുന്നു. ജയൻ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്, തനിച്ച്, സിന്ധ്യ ഗൗരവത്തോടെ പറഞ്ഞു. ജയൻ ലക്ഷ്മിയെ വിളിച്ച് മീനാക്ഷിയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അവർ പോയി കഴിഞ്ഞപ്പോൾ സിന്ധ്യ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ ജയന്റെ മേശപ്പുറത്തേക്കിട്ടു. നീ വിശ്വസിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയും അവളുടെ അമ്മയും നിന്നെ ചതിക്കുകയാണ് ജയൻ. നീ കരുതുന്നത് പോലെ മഹേശ്വരി മീനാക്ഷിയുടെ സ്വന്തം അമ്മയല്ല. അവൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതോ അല്ലെങ്കിൽ വഴിയിൽ നിന്ന് കിട്ടിയതോ ആണ്. ഇതൊരു വലിയ തട്ടിപ്പാണ് ജയൻ. നിന്റെ സ്വത്തുക്കളും പ്രശസ്തിയും മോഹിച്ച് ഇവർ ഒരുക്കുന്ന ഒരു കെണിയാണിത്. ജയൻ ആ ഫയലിലെ രേഖകൾ പരിശോധിച്ചു. അതിൽ മീനാക്ഷിയുടെ ജനന സർട്ടിഫിക്കറ്റോ മഹേശ്വരിയുമായുള്ള രക്തബന്ധം തെളിയിക്കുന്ന രേഖകളോ ഇല്ലായിരുന്നു. മഹേശ്വരി മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലെ വിവരങ്ങളും മീനാക്ഷി അവരോടൊപ്പം എത്തിയ സാഹചര്യവും എല്ലാം ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. 6 വർഷം മുൻപ് മഹേശ്വരി ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് പെട്ടെന്നൊരു കുഞ്ഞുമായി അവർ പ്രത്യക്ഷപ്പെട്ടു എന്നായിരുന്നു പ്രധാന വെളിപ്പെടുത്തൽ. ജയന്റെ ഉള്ളിൽ സംശയത്തിന്റെ വിത്തുകൾ മുളച്ചു. ഇതിനെന്ത് തെളിവാണുള്ളത് സിന്ധ്യ? അയാൾ പരുക്കൻ സ്വരത്തിൽ ചോദിച്ചു. തെളിവ് ഞാൻ തരാം. നാളെ വൈകുന്നേരം ഒരു പത്രസമ്മേളനം വിളിക്കാൻ ഞാൻ ആലോചിക്കുന്നു. വില്യംസ് ഗ്രൂപ്പിന്റെ സൽപ്പേര് സംരക്ഷിക്കാൻ എനിക്കിത് ചെയ്തേ മതിയാകൂ. ഒരു തെരുവ് പെൺകുട്ടിയെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അവകാശിയാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അംഗീകരിക്കില്ല. സിന്ധ്യ വിഷം കലർന്ന വാക്കുകളാൽ ജയനെ ഒലിച്ചു. അന്ന് രാത്രി ജയൻ ഉറങ്ങിയില്ല. താൻ കണ്ട നിഷ്കളങ്കമായ ആ കണ്ണുകൾ ചതിയുടെ ഭാഗമാണോ? മഹേശ്വരിയെ പോലൊരു സ്ത്രീ തന്നെ വഞ്ചിക്കുമോ? ജയൻ നേരെ മഹേശ്വരിയുടെ അടുത്തേക്ക് ചെന്നു. രാത്രി വൈകി ജയൻ എത്തിയത് കണ്ട് മഹേശ്വരി പരിഭ്രമിച്ചു. സർ, ഈ സമയത്ത്? മഹേശ്വരി ചോദിച്ചു. ജയൻ നേരിട്ട് വിഷയത്തിലേക്ക് കടന്നു. മഹേശ്വരി, മീനാക്ഷി നിങ്ങളുടെ സ്വന്തം മകളാണോ? സത്യം പറയണം. ഒളിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം കഠിനമായിരിക്കും. ജയന്റെ ശബ്ദത്തിലെ കാഠിന്യം മഹേശ്വരിയെ തളർത്തി. മഹേശ്വരി തകർന്നുപോയി. അവർ നിലത്തിരുന്ന് കരയാൻ തുടങ്ങി. സർ, എനിക്കറിയാമായിരുന്നു ഈ ചോദ്യം എന്തെങ്കിലും വരുമെന്ന്. അവൾ എന്റെ ചോരയല്ല സർ, പക്ഷേ എന്റെ ജീവനാണ്. മഹേശ്വരിയുടെ വെളിപ്പെടുത്തൽ ജയനെ ഞെട്ടിച്ചു. അവർ വിതുമ്പലോടെ ആ കഥ പറഞ്ഞു. 6 വർഷം മുൻപ് ഞാനൊരു ചെറിയ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ നഗരത്തിലെ റോയൽ പ്രസ്റ്റൺ ക്ലബിന് പിന്നിലെ ആൾപ്പാർപ്പില്ലാത്ത ഒഴിഞ്ഞ പറമ്പിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ഒരു പഴയ തുണിയിൽ പൊതിഞ്ഞ് അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ആ കുഞ്ഞ്. ആർക്കും വേണ്ടാത്ത ആ കുഞ്ഞിനെ എനിക്ക് അവിടെ ഇട്ടിട്ട് വരാൻ തോന്നിയില്ല സർ. അവൾക്ക് മീനാക്ഷി എന്ന് പേരിട്ട് എന്റെ സ്വന്തം മകളെ പോലെ ഞാൻ വളർത്തി സർ. അവൾക്ക് ഇതൊന്നും അറിയില്ല. അവൾ കരുതുന്നത് ഞാൻ അവളുടെ പെറ്റമ്മയാണെന്നാണ്. ദയവായി അവളോട് ഇതൊന്നും പറയരുത്. റോയൽ ക്രിസ്ത്യൻ ക്ലബ്, ആ പേര് കേട്ടപ്പോൾ ജയന്റെ ഹൃദയമിടിപ്പ് നിലച്ചു. വർഷങ്ങൾക്ക് മുൻപ് താൻ അനുഭവിച്ച ഒരു കറുത്ത രാത്രി അയാളുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി.
വർഷങ്ങൾക്ക് മുൻപ് ജയൻ വില്യംസ് വിവാഹിതനല്ലായിരുന്നു. അന്ന് അവൻ ബന്ധങ്ങളെ ഭയപ്പെട്ടിരുന്നില്ല. ജീവിതം സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. റോയൽ പ്രസിഡന്റ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ഇടപാടിന്റെ സമയത്താണ് സരിതയെ ആദ്യമായി പരിചയപ്പെടുന്നത്. സരിതയുമായുള്ള ബന്ധം ജയന്റെ ജീവിതത്തിൽ ആശ്വാസം കൊണ്ടുവന്നു. അവർ പ്രണയത്തിലായി. വിവാഹത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. രജിസ്റ്റർ മാരേജ് എന്ന തീരുമാനത്തിലുമെത്തി. ആ സമയത്താണ് സരിത ഗർഭിണിയാണെന്നറിഞ്ഞത്. ജയൻ പിന്മാറിയില്ല. അത് തന്റെ കുഞ്ഞാണെന്ന് അവൻ ഉറപ്പിച്ചു. പക്ഷെ അതേ സമയത്ത് ജയന്റെ ബിസിനസ് തകർന്നു. കോടികളുടെ നഷ്ടവും കേസുകളും അവനെ വിദേശത്തേക്ക് പോകാൻ നിർബന്ധിതനാക്കി. കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തിരിച്ചു വരുമെന്ന വാഗ്ദാനത്തോടെ അവൻ പോയി. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു. പ്രസവം കഠിനമായി. സരിത പ്രസവത്തിനിടയിൽ മരിച്ചു. ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ മരണത്തോടെ സരിതയുടെ വീട്ടുകാർ ഭയത്തിലായി. അവിവാഹിതയായ മകളുടെ ഗർഭം അവർ മറയ്ക്കാൻ ശ്രമിച്ചു. ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനായി രാത്രിയുടെ മറവിൽ കുഞ്ഞിനെ റോയൽ പ്രസിഡന്റ് ക്ലബിന് പിന്നിൽ ഉപേക്ഷിച്ചു. സരിതയുടെ മരണവാർത്ത ജയൻ അറിയുന്നത് വളരെ വൈകിയാണ്. അവൻ നാട്ടിലെത്തി കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചു. കുഞ്ഞ് ജീവനോടെ ഇല്ലെന്നാണ് സരിതയുടെ വീട്ടുകാർ ആദ്യം അവനെ അറിയിച്ചത്. പക്ഷേ പിന്നീട് അവർ തന്നെ സമ്മതിച്ചു. നാണക്കേട് ഭയന്ന് കുഞ്ഞിനെ റോയൽ പ്രസിഡന്റ് ക്ലബിന് പിന്നിൽ ഉപേക്ഷിച്ചു എന്ന്. അവൻ അവിടെ എല്ലാം നോക്കി. അവിടെ കുഞ്ഞുണ്ടായിരുന്നില്ല. അന്നു മുതൽ ജയന്റെ ജീവിതം ഒരേ ഒരു കാത്തിരിപ്പായി. ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ. അവൻ വിവാഹം കഴിച്ചില്ല. ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. പണം മാത്രം ജീവിത മാർഗമാക്കി. കാരണം എന്തെങ്കിലും ഒരിക്കൽ തന്റെ മകൾ തിരിച്ചു വരുമ്പോൾ അവൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകണമെന്ന് അവൻ ആഗ്രഹിച്ചു. പിറ്റേന്ന് രാവിലെ നഗരമുണർന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും മീനാക്ഷിയുടെയും ജയന്റെയും ചിത്രങ്ങൾക്കൊപ്പം വാർത്തകൾ പ്രചരിച്ചു. കോടീശ്വരനെ കൊടുക്കാൻ വ്യാജരേഖകളുമായി എത്തിയ തട്ടിപ്പ് സംഘം പിടിയിൽ. സിന്ധ്യ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ആ വാർത്ത കാട്ടുതീ പോലെ പടർത്തിയിരുന്നു. ഓഫീസിലെത്തിയ ജയനെ ജീവനക്കാർ സംശയത്തോടെ നോക്കി. സിന്ധ്യ വിജയഭാവത്തോടെ ജയന്റെ അടുത്തെത്തി. കണ്ടോ ജയൻ, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ? പോലീസ് ഉടനെ ഇങ്ങോട്ട് വരും. ആ കുട്ടിയെയും ആ സ്ത്രീയെയും നമുക്ക് ജയിലിലാക്കാം. എന്നാൽ ജയൻ ഒന്നും മിണ്ടിയില്ല. അയാളുടെ ഉള്ളിൽ വേറെ ചില കണക്കുകൂട്ടലുകൾ നടക്കുകയായിരുന്നു. മഹേശ്വരി പറഞ്ഞ 6 വർഷം മുമ്പുള്ള ആ രീതിയും സ്ഥലവും തന്റെ ജീവിതത്തിലെ ആ കറുത്ത രാത്രിയുമായി ചേർന്നു നിൽക്കുന്നു. അയാൾ രഹസ്യമായി തന്റെ ഡോക്ടറെ വിളിച്ച് ഒരു DNA ടെസ്റ്റിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. മീനാക്ഷിയുടെയും തന്റെയും രക്തസാമ്പിളുകൾ അയാൾ കൈമാറി. ഫലം വരാൻ 2 ദിവസമെടുക്കും. ആ 2 ദിവസം മീനാക്ഷിയെ സംരക്ഷിക്കാൻ ജയൻ തീരുമാനിച്ചു. വാർത്തകൾ കണ്ട് പേടിച്ചരണ്ട മീനാക്ഷിയെ അയാൾ തന്റെ വീട്ടിൽ ഒളിപ്പിച്ചു. മഹേശ്വരിയെ സിന്ധ്യയുടെ ആളുകൾ ഉപദ്രവിക്കാതെ അയാൾ തന്റെ സെക്യൂരിറ്റിയെ അവിടെ കാവൽ നിർത്തി. സിന്ധ്യ ആകെ പരിഭ്രമിച്ചു. എന്താണ് ജയൻ നീ ചെയ്യുന്നത്? തെളിവുകൾ പുറത്തു വന്നിട്ടും നീ ആ തട്ടിപ്പുകാരെ സംരക്ഷിക്കുകയാണോ? ജയൻ ശാന്തനായി പറഞ്ഞു. സത്യം എന്താണെന്ന് ഉടനെ അറിയാം സിന്ധ്യ. അതുവരെ ആരും മീനാക്ഷിയെ തുടരുത്. ആ 2 ദിവസങ്ങൾ ഒരു യുഗമായി ജയന് തോന്നി. മീനാക്ഷി ജയന്റെ അരികിൽ വന്ന് ചോദിച്ചു, സർ, ടിവിയിൽ അവർ പറയുന്നത് ഞാൻ ചീത്തക്കുട്ടിയാണെന്നാണോ? അമ്മയെ എന്തിനാ പോലീസ് പിടിക്കുന്നത്? അവളുടെ നിഷ്കളങ്കമായ ചോദ്യത്തിനു മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ ജയൻ വിങ്ങിപ്പൊട്ടി. ഒടുവിൽ ഡോക്ടറുടെ കോൾ വന്നു. ജയൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഡോക്ടറുടെ കയ്യിലുണ്ടായിരുന്ന ആ റിപ്പോർട്ട് തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്ന് അയാൾക്കറിയാമായിരുന്നു. അയാൾ വിറയ്ക്കുന്ന കൈകളോടെ ആ കവർ വാങ്ങി. അതിലെ വരികൾ അയാൾ വീണ്ടും വീണ്ടും വായിച്ചു. 99.9% പെറ്റേണിറ്റി മാച്ച്. ജയൻ ആ റിപ്പോർട്ട് നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. മീനാക്ഷി മറ്റാരുമല്ല, തന്റെ സ്വന്തം മകളാണ്. 6 വർഷം മുൻപ് താൻ ഉപേക്ഷിച്ചു പോയ ആ രാത്രിയിലെ തന്റെ നിസ്സഹായതയുടെയും തെറ്റിന്റെയും ബാക്കിപത്രം. അവൾ ഒരു തെരുവ് പെൺകുട്ടിയല്ല, വില്യം സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശിയാണ്. ജയൻ നേരെ ഓഫീസിലേക്ക് തിരിച്ചു. അവിടെ സിന്ധ്യ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ മഹേശ്വരിയെയും മീനാക്ഷിയെയും അപമാനിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു. ജയൻ ആ ഹാളിലേക്ക് ഇരച്ചു കയറി. മൈക്ക് പിടിച്ചുവാങ്ങി അയാൾ വിളിച്ചു പറഞ്ഞു, സിന്ധ്യ പറഞ്ഞത് ശരിയാണ്. മഹേശ്വരി മീനാക്ഷിയുടെ പെറ്റമ്മയല്ല. പക്ഷേ മീനാക്ഷി എന്റെ മകളാണ്, എന്റെ സ്വന്തം രക്തം. ഹാൾ നിശബ്ദമായി. ജയൻ DNA റിപ്പോർട്ട് ക്യാമറകൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിച്ചു. സിന്ധ്യയുടെ മുഖം വിളറി വെളുത്തു. ചതിയുടെ കോട്ടകൾ തകരുകയായിരുന്നു. എന്നാൽ ആ നിമിഷം മീനാക്ഷി അവിടെ എത്തിയതും മഹേശ്വരിയുടെ അവസ്ഥയും ജയനെ കൂടുതൽ ആശങ്കയിലാഴ്ത്തി. ചതിയുടെ വേരുകൾ അറുക്കാൻ ജയൻ തീരുമാനിച്ചപ്പോൾ പുതിയൊരു പോരാട്ടം തുടങ്ങുകയായിരുന്നു. വില്യംസ് ടവറിലെ കോൺഫറൻസ് ഹാൾ നിശബ്ദതയുടെ തടവറയിലായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ക്യാമറ കണ്ണുകൾ ജയൻ വില്യംസിന്റെ മുഖത്തേക്ക് തുളച്ചു കയറുന്നു. DNA റിപ്പോർട്ട് വായുവിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ജയന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. ഇത് സന്തോഷത്തിന്റെ കണ്ണുനീരാണോ അതോ പ്രായശ്ചിത്തത്തിന്റെ നീറ്റിലാണോ എന്ന് തിരിച്ചറിയാൻ അയാൾക്ക് തന്നെ കഴിയുമായിരുന്നില്ല. സിന്ധ്യ ഞെട്ടിപ്പോയി. അവളുടെ മുഖത്തെ വിജയഭാവം നിമിഷങ്ങൾക്കുള്ളിൽ മാഞ്ഞുപോയി. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൾ പെറുപിറുത്തു. ഇത് അസംഭവ്യമാണ് ജയൻ. നീ ഇവരെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുകയാണ്. ഈ റിപ്പോർട്ട് വ്യാജമാണ്. ജയൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അയാളുടെ ശബ്ദം ഗർജന പോലെ ആ ഹാളിൽ മുഴങ്ങി. അല്ല സിന്ധ്യ, ഇത് സത്യമാണ്.
6 വർഷം മുൻപ് ഞാൻ ചെയ്ത ഒരു തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് ഈ പാവം കുഞ്ഞാണ്. അവളെ വഴിയിൽ ഉപേക്ഷിച്ചത് ഞാനല്ലായിരിക്കാം, പക്ഷെ അവൾ അവിടെ എത്താൻ കാരണക്കാരൻ ഞാനാണ്. നീ അവളെ തെരുവ് പെൺകുട്ടിയെന്ന് വിളിച്ചപ്പോൾ നീ അപമാനിച്ചത് എന്റെ ചോരയെയാണ്, എന്റെ മകളെയാണ്. മാധ്യമപ്രവർത്തകർക്കിടയിൽ വലിയ സംസാരമായി. ഫ്ലാഷ് ലൈറ്റുകൾ മിന്നി മറഞ്ഞു. അടുത്ത ദിവസത്തെ പത്രതലക്കെട്ടുകൾ ജയൻ ഇപ്പോൾ തന്നെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അയാൾക്ക് തന്റെ മകളെ കാണണമായിരുന്നു. ജയൻ ആ വേദിയിൽ നിന്നിറങ്ങി നേരെ തന്റെ വീട്ടിലേക്ക് പാഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ മീനാക്ഷി തളർന്നുറങ്ങുകയായിരുന്നു. മഹേശ്വരി അവളുടെ അരികിൽ കാവലിരിക്കുന്നു. ജയൻ അകത്തേക്ക് കടന്നു ചെന്നപ്പോൾ മഹേശ്വരി എഴുന്നേറ്റ് നിന്നു. ജയന്റെ മുഖത്തെ മാറ്റം കണ്ട് അവർ ഭയപ്പെട്ടു. സർ, അവർ എന്നെയും മോളെ ഉപദ്രവിക്കുമോ? ജയൻ മഹേശ്വരിയുടെ കൈകളിൽ പിടിച്ചു. ഇല്ല മഹേശ്വരി, ഇനി ആരും നിങ്ങളെ തൊടില്ല. നിങ്ങൾ ചെയ്ത പുണ്യം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ എനിക്ക് കഴിയില്ല. ആ രാത്രി ആ പറമ്പിൽ നിന്ന് നിങ്ങൾ എടുത്തത് എന്റെ മകളെയായിരുന്നു. സ്വന്തം രക്തം തിരിച്ചറിയാൻ വൈകിപ്പോയ ഈ അച്ഛന് മാപ്പു തരൂ. മഹേശ്വരി ഞെട്ടിപ്പോയി. സർ, മോൾ സാറിന്റെ... ജയൻ തലയാട്ടി. മഹേശ്വരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു സർ, ഇവൾ ഏതെങ്കിലും വലിയ തറവാട്ടിൽ ജനിക്കേണ്ടവളാണെന്ന്. ഇവളുടെ മുഖത്തെ ആ പ്രകാശം അന്ന് എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ദൈവം സത്യം വെളിപ്പെടുത്തിയല്ലോ. പിറ്റേന്ന് രാവിലെ മീനാക്ഷി ഉണർന്നപ്പോൾ ജയൻ അവളുടെ കട്ടിലിനരികിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. മോളെ. മീനാക്ഷി കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റു. മോളെ, ഞാനൊരു സത്യം പറയട്ടെ? എന്താ സർ? മോൾ എന്റെ സ്വന്തം മോളാണ്. ആ നക്ഷത്രങ്ങളെ പോലെ ദൈവം എനിക്ക് തന്ന നിധിയാണ് മോൾ. മീനാക്ഷിക്ക് അത് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും ജയന്റെ കണ്ണിലെ സ്നേഹം അവൾക്ക് തിരിച്ചറിയാമായിരുന്നു. അപ്പോൾ മഹേശ്വരി അമ്മയോ? അവൾ ആശങ്കയോടെ ചോദിച്ചു. മഹേശ്വരി അമ്മ മോളുടെ ദൈവമാണ്. അച്ഛനും അമ്മയും ഇനി മോൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും. ജയൻ അവളെ ചേർത്ത് പിടിച്ചു. എന്നാൽ പുറത്ത് യുദ്ധം തുടങ്ങുകയായിരുന്നു. സിന്ധ്യ അത്ര എളുപ്പത്തിൽ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ജയന്റെ വെളിപ്പെടുത്തൽ ബിസിനസ് ലോകത്ത് വലിയ ചർച്ചയായി. കമ്പനിയുടെ ഷെയറുകൾ ഇടിയാൻ തുടങ്ങി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അടിയന്തര യോഗം വിളിച്ചു. ജയനെ സിഇഒ സ്ഥാനത്ത് നിന്നും നീക്കണമെന്നായിരുന്നു സിന്ധ്യയുടെ ആവശ്യം. കമ്പനിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തിയ ഒരാൾക്ക് ഈ പദവിയിൽ തുടരാൻ അർഹതയില്ല, അവൾ വാദിച്ചു. ബോർഡ് മീറ്റിംഗിൽ ജയൻ ശാന്തനായിരുന്നു. സിന്ധ്യ തന്റെ ആരോപണങ്ങൾ ഓരോന്നായി നിരത്തി. ഇതൊരു നാടകമാണ്. ഒരു തെരുവ് പെൺകുട്ടിയെ തന്റെ മകളായി അവതരിപ്പിച്ച് കമ്പനിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ജയന്റെ നീക്കമാണിത്. ജയൻ എഴുന്നേറ്റു. അയാൾ തന്റെ ലാപ്ടോപ്പ് പ്രൊജക്ടറുമായി കണക്ട് ചെയ്തു. സിന്ധ്യ, നീ എന്റെ മകളെ അപമാനിക്കാൻ ശ്രമിച്ചു. അത് ഞാൻ ക്ഷമിക്കാം. പക്ഷേ നീ മഹേശ്വരി എന്ന ആ പാവം സ്ത്രീയെ തകർക്കാൻ ശ്രമിച്ചു. അതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. സിന്ധ്യ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന് പണം നൽകുന്നതും മാധ്യമപ്രവർത്തകർക്ക് വ്യാജ വാർത്തകൾ നൽകാൻ നിർദ്ദേശിക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങളായിരുന്നു അത്. ജയൻ രഹസ്യമായി സിന്ധ്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ ജീവിതം വെച്ച് പന്താടിയ നിനക്കാണോ ഈ കമ്പനിയുടെ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവകാശം? ജയന്റെ ചോദ്യത്തിന് മുന്നിൽ സിന്ധ്യ തകർന്നുപോയി. ഡയറക്ടർമാർ സിന്ധ്യയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അവളുടെ കുറ്റകൃത്യങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനും അവർ ഉത്തരവിട്ടു. സിന്ധ്യ കരഞ്ഞുകൊണ്ട് ജയന്റെ കാലു പിടിച്ചു. ജയൻ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. സ്നേഹമെന്നാൽ മറ്റുള്ളവരെ തകർക്കലല്ല സിന്ധ്യ. നിനക്ക് സ്നേഹിക്കാൻ അറിയില്ല, ജയൻ കർക്കശമായി പറഞ്ഞു. അന്നത്തെ മീറ്റിംഗിന് ശേഷം ജയൻ മഹേശ്വരിയെ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. മഹേശ്വരി, മീനാക്ഷിക്ക് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് എനിക്ക് പകരമായി ഒന്നും നൽകാൻ കഴിയില്ല. പക്ഷേ ഇനി നിങ്ങൾ ഈ കൊച്ചു വീട്ടിൽ താമസിക്കേണ്ടതില്ല. എന്റെ ബംഗ്ലാവിൽ മീനാക്ഷിക്കൊപ്പം നിങ്ങൾക്കും ഒരിടമുണ്ട്. മഹേശ്വരി വിസമ്മതിച്ചെങ്കിലും മീനാക്ഷിയുടെ നിർബന്ധത്തിന് മുന്നിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. ജയൻ തന്റെ ബംഗ്ലാവിന്റെ ഒരു ഭാഗം മഹേശ്വരിക്കായി മനോഹരമായി ഒരുക്കി. മീനാക്ഷിക്ക് തന്റെ 2 പ്രിയപ്പെട്ടവരെയും ഒരുമിച്ച് കിട്ടിയ സന്തോഷമായിരുന്നു. അതിനിടയിൽ ജയൻ മറ്റൊരു കാര്യം കൂടി ചെയ്തു. മീനാക്ഷി ജനിച്ച ആ പറമ്പും അതിനടുത്തുള്ള സ്ഥലവും അയാൾ വിലക്കെടുത്തു. അവിടെ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു വലിയ അനാഥാലയവും സ്കൂളും പണിയാൻ അയാൾ തീരുമാനിച്ചു. മീനാക്ഷി ഫൗണ്ടേഷൻ എന്നായിരുന്നു അതിന്റെ പേര്. ഉപേക്ഷിക്കപ്പെടുന്ന ഓരോ കുഞ്ഞിനും ഒരു അച്ഛനും അമ്മയും സുരക്ഷിതത്വവും നൽകുക എന്നതായിരുന്നു ജയന്റെ ലക്ഷ്യം. മീനാക്ഷിയുടെ ആദ്യ സ്കൂൾ ദിനം വലിയൊരു ആഘോഷമായിരുന്നു. ജയൻ തന്നെ അവളെ സ്കൂളിൽ കൊണ്ടുപോയി. യൂണിഫോം ധരിച്ച് ബാഗും തൂക്കി നിൽക്കുന്ന തന്റെ മകളെ നോക്കി നിൽക്കുമ്പോൾ ജയന്റെ മനസ്സ് നിറഞ്ഞു. മോളെ, നന്നായി പഠിക്കണം. നിന്നെ പോലെ സങ്കടപ്പെടുന്ന ഒരുപാട് കുട്ടികൾക്ക് തണലാകണം നീ. മീനാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛാ, ഞാൻ വലിയ ഡോക്ടറാകും. എന്നിട്ട് പാവപ്പെട്ട അമ്മമാരെ ചികിത്സിക്കും. അപ്പോൾ അവർക്കൊന്നും എന്റെ അമ്മയെ പോലെ കരയേണ്ടി വരില്ലല്ലോ. അവളുടെ വാക്കുകൾ ജയന്റെ ഉള്ളിൽ വലിയൊരു മാറ്റം വരുത്തി. ലാഭം മാത്രം നോക്കി നടന്നിരുന്ന ബിസിനസ്സുകാരൻ ഇപ്പോൾ മനുഷ്യത്വമുള്ള ഒരു അച്ഛനായി മാറിയിരിക്കുന്നു. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. ജയന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു സന്തോഷം കൂടി വരാനിരിക്കുന്നുണ്ടായിരുന്നു. മഹേശ്വരിയുടെ നിസ്വാർത്ഥമായ സ്നേഹവും മീനാക്ഷിയുടെ നിഷ്കളങ്കതയും ജയന്റെ ജീവിതത്തിൽ
ശൂന്യതകൾ ഓരോന്നായി നികത്തിക്കൊണ്ടിരുന്നു. പക്ഷേ മഹേശ്വരിക്ക് താൻ ജയന്റെ ജീവിതത്തിൽ ഒരു ഭാരമാകുമോ എന്ന പേടിയുണ്ടായിരുന്നു. അവൾ തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു. ജയൻ എങ്ങനെ അവളെ തടയും? വില്യംസ് ബംഗ്ലാവിൽ ഇപ്പോൾ പഴയ നിശബ്ദതയില്ല. അവിടെ എല്ലായിടത്തും മീനാക്ഷിയുടെ പാദസരങ്ങളുടെ തിലക്കവും അവളുടെ കുസൃതി ചിരികളും നിറഞ്ഞു നിൽക്കുന്നു. ജയൻ വില്യംസ് എന്ന ബിസിനസ് ഭീമൻ ഇപ്പോൾ തന്റെ മകളുടെ കൂടെ തറയിലിരുന്ന് ചിത്രങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും സമയം കണ്ടെത്തുന്നു. എന്നാൽ ഈ സന്തോഷങ്ങൾക്കിടയിലും മഹേശ്വരിയുടെ മനസ്സിൽ ഒരു കനൽ എരിയുന്നുണ്ടായിരുന്നു. മീനാക്ഷി തന്റെ സ്വന്തം അച്ഛന്റെ അരികിൽ സുരക്ഷിതയാണെന്ന് ബോധ്യപ്പെട്ടതോടെ താൻ അവിടെ ഒരു അധികപ്പറ്റാണോ എന്ന ചിന്ത മഹേശ്വരിയെ വേട്ടയാടി തുടങ്ങി. ഒരു വൈകുന്നേരം ജയൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ മഹേശ്വരി തന്റെ ചെറിയ ബാഗ് പാക്ക് ചെയ്തു നിൽക്കുന്നത് കണ്ടു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ജയൻ അമ്പരപ്പോടെ ചോദിച്ചു, മഹേശ്വരി, ഇതെന്താണ്? എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? മഹേശ്വരി വിതുമ്പിക്കൊണ്ട് മറുപടി നൽകി, സർ, എന്റെ മോൾക്ക് അവളുടെ അച്ഛനെ കിട്ടി. ഇനി അവൾ ഒരു രാജകുമാരിയെ പോലെ ഇവിടെ വളരും. എനിക്ക് ഇത്രയും കാലം തന്ന എല്ലാ സഹായത്തിനും നന്ദി. ഞാൻ എന്റെ പഴയ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ ഏതെങ്കിലും തറവാട്ടിൽ പണിക്ക് നിന്നോളാം. മോൾക്ക് ഞാൻ ഇവിടെ ഒരു തടസ്സമാകാൻ പാടില്ല. ജയന്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു. മഹേശ്വരി, നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? മീനാക്ഷിക്ക് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അമ്മ എന്ന വാക്കിന്റെ അർത്ഥം അവൾ പഠിച്ചത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങൾ പോയാൽ അവൾ തകർന്നു പോകും. അപ്പോഴാണ് മീനാക്ഷി അവിടേക്ക് ഓടി വന്നത്. അമ്മയുടെ കയ്യിലെ ബാഗ് കണ്ടതും അവളുടെ മുഖം വാടി. അവൾ മഹേശ്വരിയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അമ്മേ, എന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ? അച്ഛനെ കിട്ടിയപ്പോൾ അമ്മയ്ക്ക് എന്നെ വേണ്ടാതായോ? എനിക്ക് അച്ഛൻ മാത്രം പോരാ, അമ്മയും വേണം. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മഹേശ്വരിക്ക് അടിപതറി. ജയനും മഹേശ്വരിയും ആ നിമിഷം ഒരു കാര്യം തിരിച്ചറിഞ്ഞു. രക്തത്തെക്കാൾ വലിയൊരു ബന്ധം അവരെ മൂന്നുപേരെയും കൂട്ടിയിണക്കിയിരുന്നു. ജയൻ മഹേശ്വരിയുടെ അരികിൽ വന്ന് ശാന്തമായി പറഞ്ഞു, മഹേശ്വരി, മീനാക്ഷിക്ക് മാത്രമല്ല എനിക്കും നിങ്ങളെ ആവശ്യമുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട കാലത്ത് എന്റെ മകളെ പൊന്നുപോലെ നോക്കി വളർത്തിയത് നിങ്ങളാണ്. നിങ്ങൾക്ക് നൽകാൻ എന്റെ കയ്യിൽ ശമ്പളമോ പാരിതോഷികമോ ഇല്ല. പകരം എനിക്ക് നൽകാൻ കഴിയുന്നത് ഈ വീടിന്റെ അധികാരവും എന്റെ ജീവിതത്തിലെ പങ്കുമാണ്. മീനാക്ഷിക്ക് ഒരു അച്ഛനും അമ്മയും ഒരുമിച്ച് വേണം. നിങ്ങൾ എന്റെ ജീവിത പങ്കാളിയായി കൂടെ ഉണ്ടാകണം. മഹേശ്വരി സ്തംഭിച്ചു പോയി. ഒരു സാധാരണക്കാരിയായ താനെവിടെ? ലോക പ്രശസ്തനായ കോടീശ്വരനെവിടെ? സർ, എനിക്ക് അതിനുള്ള അർഹതയില്ല. ഞാനൊരു പാവം സ്ത്രീയാണ്. അർഹത നിശ്ചയിക്കുന്നത് പണമല്ല മഹേശ്വരി, ഹൃദയമാണ്. നിങ്ങളെപ്പോലെ സ്നേഹമുള്ള ഒരു സ്ത്രീയെ എനിക്ക് ഇനി കണ്ടെത്താൻ കഴിയില്ല. ജയൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. മീനാക്ഷി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അമ്മേ, സമ്മതിക്കോ? നമുക്ക് എപ്പോഴും ഒരുമിച്ച് താമസിക്കാം. അടുത്ത ആഴ്ചകളിൽ കൊച്ചി നഗരം സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ ഏറ്റവും ലളിതവും എന്നാൽ മനോഹരവുമായ ഒരു വിവാഹത്തിനായിരുന്നു. ആഡംബരങ്ങൾ ഒഴിവാക്കി ജയൻ പണിയുന്ന അനാഥാലയത്തിലെ കുട്ടികൾക്കൊപ്പമാണ് അവർ ആ ചടങ്ങ് നടത്തിയത്. മഹേശ്വരിയുടെ കഴുത്തിൽ ജയൻ താലി ചേർത്തുമ്പോൾ മീനാക്ഷി ആകാശത്തേക്ക് നോക്കി ചിരിച്ചു. അവൾക്ക് തോന്നി മേഘങ്ങൾക്കിടയിൽ നിന്ന് മാലാഖമാർ പൂക്കൾ ചൊരിയുകയാണെന്ന്. വിവാഹശേഷം ജയന്റെ ജീവിതം പൂർണ്ണമായും മാറി. അയാൾ ലാഭം മാത്രം നോക്കുന്ന ബിസിനസ്സുകാരനിൽ നിന്ന് ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തകനായി. മഹേശ്വരി ജയന്റെ ഫൗണ്ടേഷന്റെ ചുമതല ഏറ്റെടുത്തു. നഗരത്തിലെ തെരുവുകളിൽ അലയുന്ന കുട്ടികൾക്കും ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർക്കും വേണ്ടിയുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു. മീനാക്ഷി ആ സ്കൂളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട മീനുചേച്ചിയായി മാറി. ഒരു ദിവസം ജയൻ മീനാക്ഷിയെയും കൂട്ടി കടൽ തീരത്ത് നടക്കാൻ പോയി. അസ്തമയ സൂര്യന്റെ ചുവപ്പ് പടർന്ന ആകാശത്തേക്ക് നോക്കി മീനാക്ഷി ചോദിച്ചു, അച്ഛാ, അന്ന് മഴയുള്ള ദിവസം ഞാൻ അച്ഛന്റെ ഓഫീസിൽ വന്നത് എന്തിനാണെന്നറിയാമോ? ജയൻ ചിരിച്ചു. അമ്മയെ ചികിത്സിക്കാൻ പണം ചോദിക്കാനല്ലേ? അല്ല അച്ഛാ, അന്ന് ആശുപത്രിയിലെ നഴ്സ് പറഞ്ഞത് പണമില്ലെങ്കിൽ അമ്മയെ പുറത്താക്കുമെന്നാണ്. പക്ഷേ എന്റെ ഉള്ളിൽ ആരോ പറഞ്ഞു, വില്യംസ് ടവറിൽ പോയാൽ നിന്റെ അച്ഛനെ കിട്ടുമെന്ന്. ദൈവം എന്നെ അങ്ങോട്ട് വിളിച്ചതാണച്ചാ. മീനാക്ഷിയുടെ ആ വാക്കുകൾ ജയന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. സത്യമായിരുന്നു അത്. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ വിശ്വാസം ഒരു വലിയ അത്ഭുതത്തിന് കാരണമായിരിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. മീനാക്ഷി വളർന്നു വലിയൊരു ഡോക്ടറായി. ജയനും മഹേശ്വരിയും വയസ്സായെങ്കിലും അവരുടെ സ്നേഹത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. മീനാക്ഷി തന്റെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ അത് നേരെ കൊണ്ടുപോയി കൊടുത്തത് ആ പഴയ ആശുപത്രിയിലെ നഴ്സിനായിരുന്നു. ചേച്ചി, അന്ന് പണമില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ എന്റെ അമ്മയെ പുറത്താക്കാൻ നോക്കി. പക്ഷെ ആ ദേഷ്യമാണ് എന്നെ ഇന്ന് ഒരു ഡോക്ടറാക്കിയത്. ഇതാ, ഈ പണം കൊണ്ട് പാവപ്പെട്ട ഒരു രോഗിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കൂ. മീനാക്ഷിയുടെ വളർച്ച കണ്ട് ജയൻ അഭിമാനം കൊണ്ടു. സിന്ധ്യ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും അവൾക്ക് തന്റെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മീനാക്ഷിയുടെ കാരുണ്യം അവിടെയും പ്രകടമായി. ജയന്റെ കമ്പനിയിൽ സിന്ധ്യയ്ക്ക് ഒരു ചെറിയ ജോലി നൽകാൻ മീനാക്ഷി ശുപാർശ ചെയ്തു. തെറ്റുകൾ ആർക്കും സംഭവിക്കാൻ വച്ചാ അവർക്ക് ഒരു അവസരം കൂടി നൽകണം. മീനാക്ഷിയുടെ മഹത്വം കണ്ട് ജയൻ തലകുനിച്ചു. കഥ ഇവിടെ അവസാനിക്കുമ്പോൾ കൊച്ചിയിലെ ആ പഴയ MG റോഡിലൂടെ ഇപ്പോൾ മീനാക്ഷി തന്റെ ആഡംബര കാറിൽ പോകുമ്പോൾ പഴയ ആ മഴയുള്ള ദിവസം ഓർക്കാറുണ്ട്. ചെരുപ്പില്ലാത്ത പാദങ്ങളും കീറിയ പാവാടയുമായി നടന്ന ആ പെൺകുട്ടി ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് തണലേകുന്ന
ഒരു വലിയ വൃക്ഷമായി വളർന്നിരിക്കുന്നു. സ്നേഹത്തിന് മുന്നിൽ പണം തോറ്റുപോയ കഥയാണിത്. ചതിയുടെ വേരുകൾ അറുത്തുമാറ്റി സത്യം ജയിച്ച കഥ. ജയൻ വില്യംസ് തന്റെ സ്വത്തുക്കളേക്കാൾ വിലമതിക്കുന്നത് മീനാക്ഷി തനിക്ക് നൽകിയ അച്ഛ എന്ന വിളി മാത്രമാണ്. മഹേശ്വരിക്ക് തന്റെ ജീവൻ നൽകിയ മകളേക്കാൾ വലുതായി ഒന്നുമില്ല. അവർ മൂവരും ചേർന്ന് ഒരു പുതിയ ലോകം പടുത്തുയർത്തി. അവിടെ കണ്ണുനീരില്ല, പകരം സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവുകൾ മാത്രം. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു മീനാക്ഷി ഉണ്ടായേക്കാം. നമ്മുടെ ഉള്ളിലെ കഠിനമായ മനസ്സിനെ മാറ്റാൻ കഴിയുന്ന സ്നേഹത്തിന്റെ ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു മാലാഖ. ആ മാലാഖയെ തിരിച്ചറിയുന്നിടത്താണ് ജീവിതത്തിന്റെ വിജയം. ജയൻ തന്റെ മകളെ തിരിച്ചറിഞ്ഞു. മഹേശ്വരി തന്റെ ദൗത്യം പൂർത്തിയാക്കി. മീനാക്ഷി തന്റെ കുടുംബത്തെ വീണ്ടെടുത്തു. കൊച്ചിയിലെ ആ വലിയ ബംഗ്ലാവിന്റെ മുകളിൽ ഇപ്പോൾ ഒരു ബോർഡ് തൂങ്ങിക്കിടപ്പുണ്ട്. സ്നേഹം മാത്രമാണ് ഏക സമ്പാദ്യം. ആ വീടിനുള്ളിൽ നിന്ന് മീനാക്ഷിയുടെ ചിരി ഇപ്പോഴും കേൾക്കാം. അത് ലോകത്തോട് വിളിച്ചു പറയുന്നു, പ്രതീക്ഷ കൈവിടരുത്. ഏത് അന്ധകാരത്തിന് ശേഷവും ഒരു വെളിച്ചമുണ്ട്.